ഹലോ ട്രെയിനീസ്, ഫാസ്റ്റനറുകൾ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. സെഷന്റെ അവസാനം വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധതരം ഫാസ്റ്റനറുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൈകൊണ്ട് ബട്ടണുകൾ ഫിക്സ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് വിശദീകരിക്കാനും ബട്ടൺ തുന്നലും ശംഖും രൂപപ്പെടുത്തുന്നതിനുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും പ്രസ് സ്റ്റഡുകൾ ഘടിപ്പിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ വിശദീകരിക്കാനും മെറ്റൽ ഹുക്കുകൾ ഘടിപ്പിക്കുന്നതിനും ത്രെഡിൽ നിന്ന് ഒരു ഐബാർ തയ്യാറാക്കുന്നതിനുമുള്ള ഘട്ടങ്ങൾ പഠിക്കാനും കഴിയും. 2 പീസ് വസ്ത്രങ്ങൾ തമ്മിൽ കൊളുത്തി പിടിപ്പിക്കാനാണ് ഫാസ്റ്റനറുകൾ ഉപയോഗിക്കുന്നത്. അലങ്കാരം ഉൾപ്പെടെ വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി വ്യത്യസ്ത തരം ഫാസ്റ്റനറുകളുണ്ട്. ബട്ടണുകൾ, പ്രസ് സ്റ്റഡുകൾ, സിപ്പുകൾ, വെൽക്രോ സ്ട്രിപ്പുകൾ, ഹുക്സ് ആൻഡ് ഐസ്, ബക്കിളുകളും ക്ലാപ്പുകളും എന്നിവയ്ക്കാണ് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നത്. വസ്ത്രങ്ങൾ, ബാഗുകൾ, പേഴ്സുകൾ, സ്വീറ്റ് കേസ്, കവർ മുതലായവയിലും ഫാസ്റ്റനറുകൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരം ബട്ടണുകളുണ്ട്. പ്ലാസ്റ്റിക്, നൈലോൺ, ലോഹം, തുകൽ, മരം, മുത്തുകൾ, ആനക്കൊമ്പ് തുടങ്ങിയവ കൊണ്ടുവരെ ഇവ നിർമ്മിക്കാറുണ്ട്. അവ വൃത്താകൃതിയിലോ നീളമേറിയ ഓവൽ ആകൃതിയിലോ ആകാം. ഹാൻഡ് സ്റ്റിച്ചിലൂടെയോ മെഷീൻ സ്റ്റിച്ചിങ്ങിലൂടെയോ ബട്ടണുകൾ വസ്ത്രങ്ങളിൽ പിടിപ്പിക്കാം. ബോഡി ഗാർമെന്റ്സിലാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അടിസ്ഥാനപരമായി 2 തരം ബട്ടണുകളാണ് ഉള്ളത്. ശംഖ്, സ്യൂ ത്രൂ ബട്ടൺ. സ്യൂ ത്രൂ ബട്ടണിന് 2 or 4 ദ്വാരങ്ങളുണ്ട്. അതിലൂടെ ബട്ടൺ തുന്നിച്ചേർക്കുന്നു. ശംഖ് ബട്ടൺ അടിയിൽ നൽകിയിട്ടുള്ള ശംഖ് വഴിയാണ് വസ്ത്രങ്ങളിൽ പിടിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും സ്ത്രീകളുടെ ടോപ്പുകളിലും കുട്ടികളുടെ വസ്ത്രങ്ങളിലുമാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും അലങ്കാര ആവശ്യങ്ങൾക്കോ കോട്ട് അല്ലെങ്കിൽ യൂണിഫോം പോലുള്ള കനത്ത വസ്ത്രങ്ങളിലുമാണ് ഇവ ഉപയോഗിക്കാറുള്ളത്. സിപ്പ് ഫാസ്റ്റനർ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസ്റ്റനിങ് ആക്സസറിയാണ്. ചെയിൻ സിപ്പർ അഥവാ ഇൻവിസിബിൾ സിപ്പർ, ലാൻഡർ സിപ്പറുകൾ, ഓപ്പൺ എൻഡ് സിപ്പറുകൾ എന്നിങ്ങനെയുള്ള വകഭേദങ്ങളിൽ സിപ്പറുകൾ ലഭ്യമാണ്. ഭാരം കുറഞ്ഞ ഫൈൻ ഫാബ്രിക്കുകളിൽ പ്ലാസ്റ്റിക് സിപ്പറുകളും ഭാരമുള്ള ഫാബ്രിക്കിന് മെറ്റൽ സിപ്പറുകളും ഉപയോഗിക്കുന്നു. സ്പോർട്സ് വസ്ത്രങ്ങൾ, ജാക്കറ്റുകൾ, പൂർണ്ണമായും തുറന്ന മുൻവശമുള്ള വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി സിംഗിൾ ഓപ്പൺ എൻഡ് സിപ്പറുകൾ ഉപയോഗിക്കുന്നു. മെഷീൻ ഉപയോഗിച്ചാണ് സിപ്പറുകൾ വസ്ത്രങ്ങളിൽ പിടിപ്പിക്കാറുള്ളത്. കൂടാതെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റും ഉപയോഗിക്കുന്നു. ഒരു മെഷീന്റെ പ്രഷറിന് പകരം സിപ്പർ പ്രഷർ ഫൂട്ട് ഉപയോഗിക്കുന്നു. ഹുക്ക് ആൻഡ് ഐസ് വിശാലമായ വലിപ്പത്തിലും തരത്തിലും ലഭ്യമാണ്. ട്രൗസറുകളിലും സ്ത്രീകളുടെ വസ്ത്രങ്ങളിലും ഇവ ഉപയോഗിക്കുന്നു. ബക്കിളുകളും ക്ലാപ്പുകളും ലോഹമോ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെൽറ്റ് സസ്പെൻഡറുകളിൽ അവ ഉപയോഗിക്കുന്നു. സ്യൂ ത്രൂ ബട്ടൺ കൈകൊണ്ട് എങ്ങനെ പിടിപ്പിക്കാമെന്ന് പഠിക്കാം. ഇതിന് ആവശ്യമായ ഹാൻഡ് നീഡിൽ, കത്രിക, നീളമുള്ള തുണി, തയ്യൽ ത്രെഡ്, ബട്ടണുകൾ, പ്രസ് സ്റ്റഡുകൾ, മെറ്റൽ ഹുക്കുകൾ, എല്ലാ ഉപകരണങ്ങളും മെറ്റീരിയലുകളും നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക. നീളമുള്ള അതായത് 30 സെന്റിമീറ്റർ x 90 സെന്റിമീറ്റർ പീസ് തുണിയെടുത്ത് 15 x 15 സെന്റിമീറ്റർ വീതമുള്ള 12 ചതുര കഷ്ണങ്ങളായി മുറിക്കുക. അതായത് 6 വീതിയും 2 നീളവും. 2 കഷ്ണങ്ങൾ എടുത്ത് ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെക്കുക. അരികിൽ നിന്ന് 1 സെന്റിമീറ്റർ വിട്ട് മെഷീൻ ഉപയോഗിച്ച് ചുറ്റും തയ്ക്കുക. നീഡിലിന്റെ ഒരു ത്രെഡ് കയറ്റുക. ത്രെഡിന്റെ അറ്റത്ത് കെട്ടിടാൻ പാടില്ല. തുണിയിൽ 5 അടയാളങ്ങൾ സജ്ജീകരിക്കുക. 1 മധ്യഭാഗത്ത്, മറ്റ് 4 എണ്ണം അരികിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലത്തിലായി ഗ്രൂപ്പ് ചെയ്യുക. ഇടത് കൈകൊണ്ട് തുണി പിടിച്ച് തുണിയുടെ വലതുഭാഗമായി അടയാളപ്പെടുത്തിയ വശത്തു നിന്നും സെന്റിമീറ്റർ ത്രെഡ് ബാക്കിയാക്കിയ ശേഷം സൂചി വലിക്കുക. സബ് സ്റ്റിച്ച് നൽകി ത്രെഡ് സുരക്ഷിതമാക്കാം. ഇടത് കൈ തള്ളവിരലുകൊണ്ട് ത്രെഡ് അറ്റത്ത് പിടിക്കുക. അകം വശത്ത് നിന്ന് ആദ്യ ഇൻസലേഷനിൽ വളരെ അടുത്ത്, അതായത് 1 മില്ലിമീറ്റർ തുണിയിലേക്ക് സൂചി തിരുകുക. അവസാന 2 ഘട്ടങ്ങൾ ആവർത്തിക്കുക. മുകളിൽ നിന്ന് അയഞ്ഞ ത്രെഡ് അവസാനം മുറിക്കുക. സ്റ്റാപ്പ് സ്വിച്ചിൽ നേരിട്ട് അടയാളത്തിൽ ബട്ടൺ കേന്ദ്രീകരിക്കുക. ഒരു ദ്വാരത്തിൽ നിന്ന് ബട്ടണിലൂടെ സൂചി കൊണ്ടുവരുന്ന മറ്റൊരു ദ്വാരത്തിലൂടെ തുണിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് ത്രെഡ് വലിക്കുക.
ഈ പ്രവൃത്തി 4 തവണ കൂടി ആവർത്തിക്കുക. ത്രെഡ് സുരക്ഷിതമാക്കാൻ അവസാന തുന്നലിന്റെ അടിയിലൂടെ സൂചി കയറ്റി ഒരു ലൂപ്പ് ഉണ്ടാക്കുക. സൂചി ലൂപ്പിലൂടെ കടത്തി ത്രെഡ് വലിക്കുക. ഇത് ഒരിക്കൽ കൂടി ആവർത്തിക്കുക. എങ്ങനെ ഒരു സ്യൂ ബട്ടൺ പിടിപ്പിക്കാമെന്നും ഒരു ശംഖ് രൂപപ്പെടുത്താമെന്നും നമുക്ക് നോക്കാം. മറ്റ് 2 പീസ് എടുത്ത്, അതായത് 15x15 സെന്റിമീറ്റർ മെഷീൻ ഉപയോഗിച്ച് ചുറ്റും തുന്നിക്കെട്ടുക. വിവരിച്ചതുപോലെ ത്രെഡ് സുരക്ഷിതമാക്കുക. ഒരു ദ്വാരത്തിൽ നിന്ന് ബട്ടണിലൂടെ സൂചി കൊണ്ടുവരിക. ബട്ടണിന് മുകളിൽ ഒരു പിൻ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക് വയ്ക്കുക. പിന്നിന്റെ മുകളിൽ നിന്ന് ഒരു ഹോളിലൂടെ സൂചി കയറ്റി മറ്റേ ഹോളിലൂടെ താഴേക്ക് ഇറക്കുക. 2 അതിലധികമോ തവണ ആവർത്തിക്കുക. ബട്ടണിന്റെ ശേഷിക്കുന്ന ഹോളിൽ നിന്ന് സൂചി മുകളിലേക്ക് കൊണ്ടുവന്ന് എതിർദ്വാരത്തിലൂടെ തുണിയിലേക്ക് തിരികെ കൊണ്ടുവരിക. 2 അതിലധികമോ തവണ ഇത് ആവർത്തിക്കുക. തുണിയിൽ നിന്ന് പിൻ അല്ലെങ്കിൽ സ്റ്റിക്ക്, ലിഫ്റ്റ് ബട്ടൺ ഇവ നീക്കം ചെയ്യുക. തുന്നലുകൾ മുറുക്കുക. തുന്നിയ ബട്ടൺ ത്രെഡിന് കീഴിൽ ത്രെഡ് മുറുക്കി വൈൻഡ് ചെയ്ത് ശംഖ് ഉണ്ടാക്കുക. ശംഖിലേക്ക് തുന്നി ത്രെഡ് സുരക്ഷിതമാക്കുക. ഒരു ലൂപ്പ് രൂപപ്പെടുത്തുകയും അതിലൂടെ സൂചി കടന്നുപോകുകയും ചെയ്യും. ത്രെഡ് മുറുക്കുക. പ്രസ് സ്റ്റഡുകൾ പിടിപ്പിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നോക്കാം. 4 തുണികൾ 15x15 സെന്റിമീറ്റർ 2 വീതം ഒന്നിച്ചു ചേർത്ത് 2 സെറ്റുകൾ ഉണ്ടാക്കുക. ഒന്നിൽ ബോൾ പാർട്സ് ഫിക്സ് ചെയ്യാൻ ഒരു ഭാഗവും സോക്കറ്റ് പാർട്ട് ഫിക്സ് ചെയ്യാൻ മറ്റൊരു ഭാഗവും അടയാളപ്പെടുത്തുക. ഇരട്ട ത്രെഡ് ഉപയോഗിച്ച് നീഡിൽ ത്രെഡ് ചെയ്യുക. അതായത് 2 അറ്റങ്ങളും ത്രെഡ് ഐയിലൂടെ കടത്തണം. ത്രെഡ് സുരക്ഷിതമാക്കാൻ തുണിയിലെ മാർക്കിങ്ങിലൂടെ സൂചി താഴേക്ക് ഇറക്കുക. പിന്നീട് സൂചി മുകളിലേക്ക് കൊണ്ടുവരിക. 2 മില്ലിമീറ്ററിൽ ത്രെഡ് ഭാഗികമായി വലിക്കുകയും ത്രെഡിന്റെ അറ്റത്തുള്ള ലൂപ്പിലൂടെ സൂചി കടത്തുകയും ചെയ്യുക. ബോൾ പാർട്ടിന്റെ ഒരു ഹോളിട്ട ത്രെഡുള്ള 4 ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ച് തുന്നുക. ബട്ടണിനും തുണിക്കുമിടയിലൂടെ സൂചി അടുത്തുള്ള ദ്വാരത്തിലേക്ക് കയറ്റുക. ഇരട്ട പാളികളുള്ള തുണിയുടെ കാര്യത്തിൽ തുണിയുടെ 2 പാളികൾക്കിടയിൽ സൂചി കടത്തിവിടാൻ കഴിയും. ബോൾ പാർട്ടിന്റെ മറ്റു ഹോളുകൾ അതേ രീതിയിൽ പൂർത്തിയാക്കുക. തുണിയുടെ അടിഭാഗത്ത് നിന്ന് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ത്രെഡ് സുരക്ഷിതമാക്കിയ ശേഷം മുറിക്കുക. മറ്റേ സെറ്റ് തുണി എടുക്കുക. മാർക്കിന് മുകളിൽ സ്റ്റഡിന്റെ സോക്കറ്റ് പാർട്ട് വെക്കുക. ബോൾ പാർട്ടിലെ പോലെ തന്നെ തുന്നുക. സോക്കറ്റിന്റെയും ബോൾ പാർട്ടിന്റെയും സ്റ്റിച്ചിങ് ഏരിയകൾ പരസ്പരം മൂടുന്നില്ലെന്ന് ഉറപ്പാക്കുക. അല്ലാത്ത പക്ഷം പ്രസ് സ്റ്റഡുകൾ എളുപ്പത്തിൽ തുറന്നുപോകും. മെറ്റൽ ഹുക്കുകൾ ഘടിപ്പിക്കുന്നതിനും ത്രെഡിൽ നിന്ന് ഒരു ഐബാർ തയ്യാറാക്കുന്നതിനുമുള്ള ഘട്ടങ്ങൾ നോക്കാം. 2 തുണി കഷ്ണങ്ങൾ 15x15 സെന്റിമീറ്റർ എടുത്ത് ഡബിൾ ലെയേർഡ് സെറ്റ് ചെയ്യുക. തുണിയുടെ ഇടതുവശത്ത് നിന്ന് 3 സെന്റിമീറ്റർ അകലത്തിൽ ഐബാറുകൾ ഘടിപ്പിക്കുന്നതിനും വലത് അറ്റത്ത് നിന്ന് 3 സെന്റിമീറ്റർ അകലെ കൊളുത്തുകൾക്കായി റിവേഴ്സിൽ, അതായത് തുണിയുടെ അടിവശത്ത് ഘടിപ്പിക്കുന്നതിനും 4 മാർക്കുകൾ സജ്ജമാക്കുക. ഇടത് മാർക്കുകളിൽ ഒന്നിൽ ഇരട്ട ത്രെഡ് സ്റ്റാബ് സ്റ്റിച്ച് ഉപയോഗിച്ച്, അതായത് അല്ലെങ്കിൽ ലൂപ്പ് വഴി പിടിപ്പിക്കുക. അടയാളത്തിന് മുകളിൽ ഹുക്ക് സ്ഥാപിക്കുക. ഹുക്കിന്റെയും ഐബാറിന്റെയും ശരിയായ ദിശ ശ്രദ്ധിക്കുക. ഇതുവഴി ഫാസ്റ്റനറുകൾ അടിച്ചതിന് ശേഷം തുണി ഒരു ട്യൂബ് രീതിയിലാകും. ഹുക്കിന്റെ 2 ഹോളുകളും ഒരേ ഹോളിലൂടെ 5 മുതൽ 9 വരെ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സൂചി, ത്രെഡ്, ബട്ടൺ ഹോൾ എന്നിവ തുണിയിലൂടെ ഹുക്കിന്റെ കഴുത്തിലേക്ക് കടത്തി ഹുക്ക് കഴുത്തിന്റെ അറ്റത്ത് 3 തുന്നലുകൾ ഉണ്ടാക്കുക. അയഞ്ഞ ത്രെഡ് ഐബാർ മുറിക്കുക. ഒരു ത്രെഡ് ഐബാർ നിർമ്മിക്കാൻ ഐന്റെ ആകെ നീളത്തിൽ, അതായത് 0.5 സെന്റിമീറ്റർ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഇരട്ട ത്രെഡ് സൂചി ഒരു അടയാളത്തിൽ കയറ്റി തുണിയുടെ അടിഭാഗത്ത് നിന്ന് മറ്റേ അടയാളത്തിലേക്ക് കൊണ്ടുവരിക. തുണിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ആദ്യത്തെ അടയാളത്തിലേക്ക് സൂചി എടുക്കുക. 3 തവണ ഇത് ആവർത്തിക്കുക. തുണിയുടെ മുകൾ വശത്തുള്ള എല്ലാ ത്രെഡുകളും അടുത്തുള്ള ബട്ടൺ ഹോൾ തുന്നലുകൾ ഉപയോഗിച്ച് കവർ ചെയ്യുക.
പൂർത്തിയാകുമ്പോൾ സൂചിയും നൂലും തുണിയുടെ അടിവശത്തേക്ക് കൊണ്ടുവന്ന് തുന്നലുകൾ ഉറപ്പിക്കുക. ഫാസ്റ്റനർ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന ഈ സെഷന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. നിങ്ങൾക്ക് ഇപ്പോൾ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധതരം ഫാസ്റ്റനറുകൾ മനസ്സിലാക്കാനും കൈകൊണ്ട് ബട്ടണുകൾ ഫിക്സ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് വിശദീകരിക്കാനും ബട്ടൺ തുന്നലും ശംഖും രൂപപ്പെടുത്താനുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും പ്രസ് സ്റ്റഡുകൾ ഘടിപ്പിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ വിശദീകരിക്കാനും മെറ്റൽ ഹുക്കുകൾ ഘടിപ്പിക്കുന്നതിനും ത്രെഡിൽ നിന്ന് ഒരു ഐബാർ തയ്യാറാക്കുന്നതിനുമുള്ള ഘട്ടങ്ങൾ പഠിക്കാനും സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു.